ഇതാണിപ്പോൾ നമ്മൾ വലയിട്ട് പിടിച്ചേക്കുന്നത് നമ്മുടെ സിലോപ്പിയ. ഏകദേശം ഒരു 28 സെൻറ്റിമീറ്റർ നീളമുണ്ട് കേട്ടോ. നമ്മളിതിനെ പിടിച്ചോട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ആണോ, 1 മണിക്കൂറൊക്കെ ആയി. എന്നിട്ട് അത് ചത്തിട്ടില്ല കേട്ടോ. നല്ല ആ സെയിം വെള്ളമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് കുറച്ച് നീന്തിയാനെ. ഇപ്പോൾ നീന്തുവോ? കണ്ടോ കടിക്കുന്നേ, കിങ്ങിണി. ഇതിൻ്റെ ഈ മുള്ളു കണ്ടോ, മുള്ളു ഭയങ്കര കട്ടിയാണ്. അത് വെച്ചിട്ട് ഒരു കുത്തിയിട്ട് സുഹൃത്തേൻ്റെ കൈ മുറിഞ്ഞു. ആക്ച്വലി സത്യം പറഞ്ഞാൽ മീൻ പിടിക്കാൻ പോയിട്ട് ഇത്രയും വലിയൊരു സിലോപ്പിയനെ ഫസ്റ്റ് ടൈമാണ് കിട്ടുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് ഈ ഫ്ലഡിൻ്റെ ടൈമിലോ അങ്ങനെ എന്തെങ്കിലും സമയത്ത് ആരും വളർത്തുന്ന മീൻ ചാടിപ്പോയതായിരിക്കാനാണ് ചാൻസ്. അല്ലാതെ പുഴയിൽ ഇങ്ങനത്തെ മീൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല അല്ലേ. സാധാ സിലോപ്പി ഇത്രയും വലുതാകിയല്ലോ, ഒരു 1/2 കിലോയൊക്കെ വരുള്ളൂ. ഇത് ഒരു 1 കിലോയുടെ അടുത്തുണ്ട്. നമുക്കിന്ന് ഇതിനെ ശരിയാക്കിയെടുക്കാം. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കുറച്ച് നേരം ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്മി വെച്ചേക്കുന്നതാണ്. നമുക്ക് തേങ്ങ അരയ്ക്കാതെ നല്ല നാടൻ സ്റ്റൈലിൽ ഒരു മീൻകറി ഉണ്ടാക്കാം കേട്ടോ. ഒരു 15 ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, ഒരു ഉണ്ട വെളുത്തുള്ളി ഫുള്ള് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, 2 വലിയ പച്ചമുളക് അരിഞ്ഞെടുത്തത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ കായംപൊടി. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പം ഉലുവായും പൊട്ടിക്കഴിയുമ്പം കുറച്ച് കറിവേപ്പില, അരിഞ്ഞു വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ തേങ്ങാക്കൊത്തിൻ്റെ ആ കറുത്ത ഭാഗമില്ല, അതിൻ്റെ ബാക്ക് സൈഡ് തേങ്ങയുടെ അത് കളഞ്ഞെടുത്തേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് മൂത്ത് വരും കേട്ടോ. ഇപ്പോൾ തന്നെ അങ്ങ് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിലൊരു സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം, പക്ഷേ ഞാനിവിടെ ചേർക്കുന്നില്ല. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം, അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഉള്ളി വല്ലാണ്ടങ്ങ് മൂത്ത് ബ്രൗൺ കളറൊന്നും ആകണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മതി. ഉള്ളി ഒരു പകുതി മൂപ്പാകുമ്പം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം, ഇഞ്ചി, അരിഞ്ഞു വെച്ച പച്ചമുളക്, ഇതെല്ലാം ജസ്റ്റ് ഒന്ന് അങ്ങ് വാടി കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങോട്ട് മൂത്ത് വരണ്ട കേട്ടോ. മൊത്തത്തിലൊരു 5 മിനിറ്റ് വഴറ്റിയാൽ മതി കേട്ടോ. തീ ഏറ്റവും കുറച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതിനെല്ലാം കൂടെ നല്ലപോലെ വഴന്ന് വന്നിട്ട് ഒരു മൂത്ത മണം വരട്ടെ. ഏകദേശം ഒരു 5 മിനിറ്റും കൂടെ എടുക്കും കേട്ടോ. ഞാൻ തീ മീഡിയത്തിലും താഴെയാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഇത് പൊടിയെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം കുടംപുളി ഒരു 1/2 മണിക്കൂർ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചതാണേ, അത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അടച്ചു വെച്ച് കൊടുക്കാം, നല്ലപോലെ തിളച്ച് വരട്ടെ. ഇപ്പോൾ കണ്ടോ നമ്മുടെ ഗ്രേവി നല്ലപോലെ വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന കായംപൊടി ചേർത്ത് കൊടുക്കാം, കുറച്ച് കറിവേപ്പില, മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വെന്ത് പോവും, അതുപോലെ ഭയങ്കര സോഫ്റ്റ് മീനും. അതുകൊണ്ട് ഇനി ഇത് ഇട്ടുകൊണ്ട് ഇളക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ, ചുറ്റിച്ച് കൊടുക്കുകയോ ചെയ്യാവുള്ളൂ. ഈ കൂടി ഒരു ചെറിയ പള്ളത്തി ഉണ്ടായിരുന്നേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടേ ഈ കഷ്ണങ്ങൾ ചാറിൽ മുങ്ങി കിടക്കുന്ന പോലെ ആക്കി കൊടുക്കാം കേട്ടോ. തീ ഒരു മീഡിയത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടേ. ഇനി ഇതിരുന്നിട്ട് എണ്ണ തെളിയുന്നവരെ വേകട്ടെ. ഇപ്പോൾ ഇത് 5 മിനിറ്റിന് മേലെ തിളച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ. എണ്ണയെല്ലാം ഇങ്ങനെ സൈഡിലേക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റും കൂടി ഇരുന്നൊന്ന് തിളക്കട്ടെ കേട്ടോ. സൈഡിൽ കണ്ടോ എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് വന്നേക്കുന്നത്. ഈ സിലോപ്പിയ മീനൊക്കെ കറി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ബാക്കി മീനൊന്നും പോലെയല്ല, പെട്ടെന്ന് പൊടിഞ്ഞു, ഒട്ടും ബലമില്ലാത്ത എന്ന് വെച്ചാൽ എന്നാ പറയുക, കട്ടി അതില്ലാത്തൊരു മീനാണ്. ജസ്റ്റ് ഒന്ന് ശകലം കൂടെ ചാറ് കുറുകട്ടെ. തുറന്ന് വെച്ച് തന്നെ പറ്റിക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ നമ്മുടെ മീൻകറി ചാറെല്ലാം കുറുകി അത്യാവശ്യം നല്ല ഒരു ടെക്സ്ചറായിട്ടുണ്ടേ. എണ്ണയൊക്കെ സൈഡിലേക്ക് തെളിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഈ തിളയൊന്ന് നിന്ന് കഴിയുമ്പം ഒരു ശകലം, ഞാൻ ആദ്യം എണ്ണ ഒഴിച്ചാൽ വഴറ്റിയേ, എന്നാൽ പോലും ഒരു ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒരു പച്ചമുളക്
ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഗുമ്മയാണേ, ഞാൻ കഴിക്കുന്നതിന് മുമ്പ് എടുത്ത് കളയും. കുറച്ചും കൂടി കറിവേപ്പില. കണ്ടോ, തീരെ അങ്ങോട്ട് തൊട്ടാൽ പൊട്ടി പോകുന്ന പോലെ മീൻ നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല പോലെ ആയിട്ടുണ്ട്. ഇത് നമ്മൾ അന്നേരം ചേർത്ത ആ പള്ളത്തിയാണേ, ഒരെണ്ണം കിട്ടിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തിള ഏകദേശം നിന്നിട്ടുണ്ടേ. നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഉണ്ടോ, തിള ഇടയ്ക്ക് ഇതിന് കുറച്ച് തിളയൊക്കെയുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമുക്കിനി ഇത് അടച്ച് വയ്ക്കാം. ഇനി ഒരു 10-15 മിനിറ്റ് ഇതിങ്ങനെ ഇനി ഇരിക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇതാണ് ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കുള്ള നമ്മുടെ മീൻ കറിയുടെ ടെക്സ്ചർ കേട്ടോ. കണ്ടോ, നല്ല ചുവന്ന കളറിലുള്ള അടിപൊളി മീൻ കറിയാണ്. ആ പുളിയും എരിവും ഒക്കെ ഭയങ്കര കറക്റ്റാട്ടോ. ഇങ്ങനെ പിന്നെ ഒരു കാര്യം, പുളി നമ്മൾ ആദ്യം തിളച്ച വെള്ളം നല്ലപോലെ തിളപ്പിച്ചിട്ട് പുളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് പുളിയും ഇട്ട് വയ്ക്കണം. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ സത്തെല്ലാം പെട്ടെന്ന് ഇറങ്ങും. അപ്പോൾ മാത്രമേ നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ പുളിയെല്ലാം പിടിച്ച് നല്ല അടിപൊളി കറി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം സിലോപ്പിയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മാക്സിമം ഫ്രഷൊക്കെ സങ്കല്പിക്കാൻ നോക്കട്ടോ, അത് നല്ല ടേസ്റ്റായി. അപ്പം വേറൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.